നമസ്കാരം. ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന പല കാര്യങ്ങളിലും ലഹരി ഉപയോഗത്തെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ പലപ്പോഴും ഇടം പിടിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ വന്നപ്പോഴൊക്കെ അതിനകത്ത് ലൈംഗികത കൂടുതലായി വരികയും സിനിമാ മേഖലയെ തകർക്കുന്ന തരത്തിലേക്കുള്ള പ്രകടനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവർക്കേറ്റ നൊമ്പരങ്ങളെക്കുറിച്ച്, വേദനകളെക്കുറിച്ച് പലരും പുറത്തു പറയുകയും പല മഹാനടന്മാരും അകത്താവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. പക്ഷേ കേരളത്തിലെ ലഹരി ഉപയോഗമെന്ന് പറയപ്പെടുന്നത് പലപ്പോഴും നമ്മളെ തകർത്ത് കളയുന്നതാണ്. ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ട കേരളത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചെയ്തികൾ പലപ്പോഴും ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ള ഖേദകരമായ വാർത്ത കൂടി പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഗുണ്ടാത്തലവനായിട്ടുള്ള ഓംപ്രകാശുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ലഹരി കേസ്, ആ ലഹരി കേസിൽ ഒരാളെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായി. എളമക്കര സ്വദേശിയായിട്ടുള്ള ബിനു ജോസഫ്, ആ ബിനു ജോസഫിനെയാണ് കഴിഞ്ഞ ദിവസം എറണാകുളം സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഒപ്പം തന്നെ അതിനോടൊപ്പം നടൻ ശ്രീനാഥ് ഭാസിയെയും നടി പ്രയാഗ മാർട്ടിനെയും ഹോട്ടലിൽ എത്തിച്ചത് ഇയാളാണ് എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. ലഹരി ഇടപാടിലെ പ്രധാന കണ്ണി എന്ന് സംശയിക്കുന്ന ബിനു ജോസഫിനെ വിശദമായിട്ട് ചോദ്യം ചെയ്തു. സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ് മാർട്ടിനും ഉൾപ്പെടെയുള്ള ഏകദേശം 20ഓളം പേർ ഓംപ്രകാശിൻ്റെ മുറിയിൽ ഉണ്ടായിരുന്നു എന്നും മാത്രമല്ല പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പോലും പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഓംപ്രകാശിൻ്റെ മുറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള റിമാൻഡ് റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരികയും ചെയ്തു. അപ്പോൾ ഇരുവരെയും പോലീസ് ഉടൻ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ശ്രീനാഥ് ഭാസിയെയും പ്രയാഗ മാർട്ടിനെയും മറ്റാരും തിരിച്ചറിയാതിരിക്കുവാൻ വേണ്ടിയാണ് നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ബോബി ചലപതി എന്ന പേരിൽ ഓംപ്രകാശ് മുറിയെടുക്കുന്നത്. ഇത് പോലീസിന് ലഭിച്ച വിവരങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇൻ്റലിജൻസിൻ്റെയും മറ്റും നിരീക്ഷണത്തിലുള്ള ആളാണല്ലോ ഈ ഓംപ്രകാശ് എന്ന് പറയപ്പെടുന്ന വ്യക്തി. 3 മുറികളും ഒരേ പേരിലായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത 20ലധികം വരുന്ന ആളുകളെക്കുറിച്ച് പോലീസിന് വളരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ആളുകളെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലഹരി പാർട്ടികൾ ഓംപ്രകാശും കൂട്ടാളികളും നേരത്തെയും നടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും, അത്തരത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആരൊക്കെ പാർട്ടിയിൽ പങ്കെടുത്തു, അതിനോടൊപ്പം ചേർന്നവരാരൊക്കെയാണ്, ഇതിനകത്ത് കൂട്ടുചേർന്നവരാരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിച്ചു വരികയാണ്. ഹോട്ടലിലെ രജിസ്റ്ററും CCTV ദൃശ്യങ്ങളും ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. കുറേ നാളുകളായി ഓംപ്രകാശിനെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. കാരണം ഈ മുത്തൂറ്റ് പോൾ ജോർജ് വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ കൊലപാതക കേസുകളിലൊക്കെ, മാത്രമല്ല പാറ്റൂർ ഗുണ്ട ആക്രമണ കേസിലൊക്കെ ഓംപ്രകാശ് പ്രതിയാണ്. കൊച്ചിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത കുപ്രസിദ്ധ ഗുണ്ടയായിട്ടുള്ള ഓംപ്രകാശിന് പക്ഷേ തിരുവനന്തപുരത്ത് മാത്രമല്ല അങ്ങ് കൊച്ചിയിലുമുണ്ടടാ പിടി എന്ന് പറയുന്നത് പോലെയാണ്. പക്ഷേ ഓംപ്രകാശിനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തുവെങ്കിലും ജാമ്യത്തിൽ വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. കൊക്കൈൻ ഉപയോഗിച്ചെന്ന് തെളിവ് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പശ്ചാത്തലത്തിലാണ് കോടതിക്ക് ജാമ്യം അനുവദിക്കേണ്ടി വന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കൊക്കൈൻ സൂക്ഷിച്ചിരുന്ന കവർ മാത്രമാണ് പിടികൂടാനായതെന്നുകൂടി കോടതി കണ്ടെത്തി. അപ്പോൾ പ്രതികളെ 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നൽകിയ അപേക്ഷ ഇത് തള്ളിയ കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു നൽകുകയായിരുന്നു. അതേസമയം ഗുണ്ടാ നേതാവിൻ്റെ മുറിയിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയവരിൽ ഈ സിനിമാ താരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുമ്പോൾ ആ സിനിമാ താരങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ലേ, അന്വേഷണം നടത്തേണ്ടതല്ലേ? ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 20ഓളം പേരാണ് ഇവിടെ ഈ മുറിയിൽ ഗുണ്ട ഓംപ്രകാശിനെ സന്ദർശിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിലാണ് ഈ ശ്രീനാഥ് ഭാസിയെ നടി പ്രയാഗ മാർട്ടിനെ കുറിച്ചും ഒക്കെ വളരെ കൃത്യമായി പറയുന്നത്. ഇവർ ഓംപ്രകാശിനെ കാണാൻ എത്തിയത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെങ്കിൽ എന്തിന് ഓംപ്രകാശിനെ കാണാൻ വന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ടാകുന്നില്ലേ? സിനിമാ താരങ്ങളുടെ പേരുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ വന്നത് മലയാള സിനിമാ രംഗത്ത് വിവാദങ്ങൾക്ക് ഇടയാക്കിയേക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം പലപ്പോഴും ഈ ലഹരി ഉപയോഗത്തെക്കുറിച്ച് മലയാള സിനിമാ മേഖലയിലുള്ളവർ തന്നെ, അല്ലെങ്കിൽ അമ്മ സംഘടനയോ FFKയോ മാക്ടിയോ അടക്കമുള്ള എല്ലാ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ അവരുടെ നിലപാടുകൾ അറിയിച്ചുകൊണ്ടേയിരുന്നു. അത്തരത്തിൽ അവരുടെ നിലപാടുകൾ അറിയിക്കുമ്പോഴും വിവാദങ്ങൾക്ക് ഒരിക്കലും ഒഴിയാതെ നിൽക്കുന്ന ഒരു മേഖലയായി മലയാള സിനിമാ രംഗം മാറുന്നു എന്നുള്ളതാണ്. ഈ ഇപ്പോൾ ഓംപ്രകാശുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, ഇത്തരത്തിൽ കുപ്രസിദ്ധനായ ഒരു നൊട്ടോറിയസ് ക്രിമിനലായിട്ടുള്ള ഓംപ്രകാശിനെ കാണേണ്ട സാഹചര്യം എന്താണ് ശ്രീനാഥ് ഭാസിക്കും ഒപ്പം തന്നെ ഈ പ്രയാഗ മാർട്ടിൻ എന്ന് പറയപ്പെടുന്ന നടിക്കും ഉണ്ടായത് എന്നറിയണ്ടേ? അതറിയേണ്ടതല്ലേ? ഓംപ്രകാശിൽ നിന്ന് കൊക്കൈൻ കണ്ടെത്തിയെന്ന് ആദ്യത്തെ FIR ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്രൗൺ പ്ലാസയിലായിരുന്ന താമസം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് പിടിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ്, അതിനുശേഷം കോടതിയിലേക്ക് എത്തപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഇല്ലാതായിപ്പോയത്?
വെറും പാക്കറ്റ് മാത്രം ഉണ്ടായിരുന്നതാണ് എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തണമെങ്കിൽ എന്തു സംഭവിച്ചു എന്നറിയണ്ടേ? ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മലയാള സിനിമാ രംഗത്തുള്ള നടിമാരടക്കം എന്തിനാണ് ഓംപ്രകാശിനെ പോലൊരു ഗുണ്ടാ നേതാവിനെ കാണാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് അവർ ഈ ക്രൗൺ പ്ലാസയിലേക്ക് എത്തപ്പെട്ടത്? നടീനടന്മാരുമായി ബന്ധപ്പെട്ട് വരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പലപ്പോഴും സിനിമാ മേഖലയിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. എപ്പോഴും ക്ലീൻ ചിറ്റ് നൽകുന്ന മലയാള സിനിമാ പ്രേക്ഷകരും മലയാള സിനിമയിലെ മുതിർന്ന കലാകാരന്മാരടക്കവുമൊക്കെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നവരെ, ലഹരി ഉപയോഗിക്കുന്നവരെ പോലും ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു സമീപനം സ്വീകരിച്ചതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗത്തിലേക്ക് ഈ സിനിമാ നടന്മാരും നടിമാരും അടക്കം എത്തപ്പെടുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഈ പാർട്ടിയിലൊക്കെ ഇവിടെയൊക്കെ DJ പാർട്ടികൾ നടക്കാറുണ്ട്. ഈ ബോൾഗാട്ടി പാലസിൽ അലൻ എന്ന ആളുടെ DJ പാർട്ടിയിൽ വിതരണം ചെയ്യുവാനുള്ള മയക്കുമരുന്ന് ഈ പറയുന്ന ഓംപ്രകാശിൻ്റെയും ഷിഹാബിൻ്റെയും കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ലഭിക്കുന്ന ഒരു സന്ദേശത്തെ തുടർന്നാണ് ക്രൗൺ പ്ലാസയിൽ പോലീസ് റെയ്ഡിനെത്തിയത്. ഓംപ്രകാശും ഒപ്പം തന്നെ കൊല്ലം സ്വദേശിയായിട്ടുള്ള ഷുഹാസും തങ്ങിയിരുന്ന മുറിയിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചിരുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 1.5 ലക്ഷത്തിലധികം രൂപ ഈ പറയുന്ന ഹോട്ടലിലെ റൂമുകൾക്ക് വാടകയായിട്ട് നൽകിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഓംപ്രകാശ് ഹോട്ടലിൽ വന്ന് മുറിയെടുക്കുന്നത്. ഇതിനുശേഷമാണ് സിനിമാ രംഗത്തെ ആളുകൾ ഓരോരുത്തരായിട്ട് എത്തുന്നത്. മുറിയിൽ ലഹരി മരുന്ന് ഉപയോഗം നടന്നോ എന്നുള്ള പരിശോധന പോലീസ് നടത്തിയിരുന്നു. പക്ഷേ ഓംപ്രകാശിനെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഓംപ്രകാശ് ജാമ്യം നേടി പുറത്തു പോകുന്ന കാഴ്ചയാണ് പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. കൊച്ചി സിറ്റി DCPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ നടത്തി, പരിശോധന നടന്നു. ആ പരിശോധനയിൽ ഷിഹാബിൻ്റെ മുറിയിൽ നിന്നും രാസലഹരിയും ഒപ്പം തന്നെ മദ്യക്കുപ്പികളുമൊക്കെ പോലീസ് കണ്ടെടുത്തു. ഇപ്പോൾ ഇവർ അതിനുശേഷം എന്താ സംഭവിച്ചത്? കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്നു, അവർ കൊച്ചിയിൽ വന്നതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെ അന്വേഷണം മാത്രം നടത്തി മുന്നോട്ട് പോകുന്നത് എന്തിനാണ്? നമുക്കറിയാമല്ലോ, ഈ 1999 സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം കൊലപാതക ശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, വീട് കയറി ആക്രമണങ്ങൾ, ലഹരി ഇടപാടുകൾ ഉൾപ്പെടെ 20ലേറെ കേസുകളിലെ പ്രതിയാണ് ഈ ഓംപ്രകാശ് എന്ന് പറയപ്പെടുന്ന കുപ്രസിദ്ധൻ. അടുത്തിടെ ജാമ്യത്തിലിറങ്ങിയതാണ് ഇദ്ദേഹം. കഴിഞ്ഞ വർഷം പാറ്റൂരിലെ ഗുണ്ടാ ആക്രമണ കേസിൽ ഒളിവിൽ പോയ ഓംപ്രകാശിനെ കുടുക്കിയത് റിയൽ എസ്റ്റേറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട ഫോൺ വിളികളായിരുന്നു. ഏകദേശം 11 മാസമായിട്ട് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഓംപ്രകാശ് തലസ്ഥാനത്തെ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളിലൊക്കെ തർക്കങ്ങളിലുമൊക്കെ രഹസ്യമായിട്ട് ഇടപെടുന്നതും പലരെയും ഭീഷണിപ്പെടുത്തുന്നതുമൊക്കെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇയാളുമായിട്ട് ബന്ധമുള്ളവരുടെ പട്ടിക തയ്യാറാക്കി ഇവരുടെ ഫോൺ വിളികളും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും ബാങ്ക് ഇടപാടുകളുമൊക്കെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഓംപ്രകാശിനെ ഇപ്പോൾ പിടികൂടാനായത് എന്ന് പോലീസ് അവകാശവാദം ഉന്നയിക്കുമ്പോഴും സ്വന്തം മൂക്കിൻ്റെ തുമ്പിൽ നിൽക്കുന്ന ഈ ഗുണ്ടകളെയൊക്കെ എന്തിനാണ് ഇങ്ങനെ വെറുതെ വിടുന്നതെന്നൊരു ചോദ്യം കൂടി സമൂഹത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പിടികൂടേണ്ടി വന്ന സാഹചര്യം എന്താണ് എന്നും എവിടെ നിന്നാണ് അത്തരത്തിലൊരു അനോണിമസ് കോൾ വന്നതെന്നും ആ സന്ദേശത്തിൻ്റെ പുറത്ത് ഇങ്ങനെ നാർക്കോട്ടിക്സിലുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയമായതുകൊണ്ട് ഈ ഓംപ്രകാശിനെ കണ്ടെത്തിയെന്നും അറസ്റ്റ് ചെയ്തു എന്നുമൊക്കെ അവകാശപ്പെടുന്നവർ തന്നെ അടുത്ത നിമിഷം അയാൾ ജാമ്യം നേടി തിരികെ പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അവിടെ ഈ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. സമൂഹത്തിന് ഉപകാരപ്രദമല്ലാത്ത തരത്തിലുള്ള പ്രവണതകൾ ഇത്തരത്തിൽ പെരുകുമ്പോൾ അതിനെ അടിച്ചമർത്തുവാൻ എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് സംവിധാനം ഉണർന്നു പ്രവർത്തിക്കാത്തത്, സർക്കാർ സംവിധാനങ്ങൾ ഉണരാത്തത്? മാത്രമല്ല, ഈ ഗുണ്ടയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഓംപ്രകാശിനോടൊപ്പമുള്ള ഗുണ്ടകളോ കൊച്ചിയോ കേരളമോ തിരുവനന്തപുരമോ ഒക്കെ അടക്കി വാഴട്ടെ, അവർ ലഹരി കച്ചവടം പൊടിപൊടിക്കട്ടെ. പക്ഷേ ആ ലഹരി കച്ചവടം പൊടിപൊടിക്കുമ്പോൾ തകർന്നു പോകുന്ന കുരുന്ന് ജീവനുകളുണ്ട്, പുതിയൊരു തലമുറയുണ്ട്. അവരെയൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ആകരുത് എന്ന് ഇവിടുത്തെ സർക്കാരിനെങ്കിലും ചിന്തിക്കേണ്ടതുണ്ട്. ഒപ്പം സിനിമാ മേഖലയിൽ ഞങ്ങൾ വലിയ പതിവ്രതന്മാരും പതിവ്രതകളുമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഈ സിനിമാ നടിമാരും നടന്മാരുമൊക്കെ ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ നിങ്ങളെപ്പോലുള്ളവരെ മാതൃകകളാക്കാൻ ശ്രമിക്കുന്ന കുട്ടികൾക്ക് കൂടി ഭീഷണിയാവുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങളെയൊക്കെ ഇങ്ങനെ മാതൃകയാക്കേണ്ടി വരുന്ന ഈ കുട്ടികളുടെ കാര്യമാണ് ഗതികേട് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു.